നമസ്തേ. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ പറ്റിയുള്ള ചർച്ചകളിലൊക്കെ നാം കേട്ടിട്ടുണ്ട് ഷാബാനു കേസ് എന്ന്. എന്തായിരുന്നു ഈ ഷാബാനു കേസ്? നമസ്കാരം മാന്യപ്രേക്ഷകരെ, വലിയ സ്നേഹ നമസ്കാരം. നമ്മൾ വലിയൊരു ഉദ്യമം ഏറ്റെടുത്തത് കൊണ്ടാണ് ഈ ഒരു അഭ്യർത്ഥന നിങ്ങൾക്ക് മുൻപിൽ വെക്കുന്നത്. മറ്റൊന്നുമല്ല, SDPI പോപ്പുലർ ഫ്രണ്ട് മത ഭീകര സംഘടനകൾ നമ്മുടെ ഒരു സംഘപ്രവർത്തകനെതിരെ കള്ളക്കേസ് ചുമത്തിക്കൊണ്ട് ഒരുപാട് വർഷങ്ങളോളം ജയിൽ ശിക്ഷ കിട്ടാവുന്ന, ഒരു പക്ഷേ ആജീവനാന്തകാലം ജയിൽ ശിക്ഷ കിട്ടാവുന്ന ഒരു കുറ്റത്തിലേക്ക് വ്യാജപ്രതിയായി ചേർത്തുകൊണ്ട് നടത്തിയ വലിയൊരു ആസൂത്രണം, അതിനെതിരെ നിയമപരമായിട്ട് പോരാടാൻ വേണ്ടി നമ്മുടെ സംഘ സഹോദരനെ സാമ്പത്തികമായിട്ട് വലിയൊരു ബാധ്യത വരുന്നത് കൊണ്ട് തന്നെ നമ്മൾ എല്ലാവരും സഹായിക്കേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള ഒരു അപേക്ഷയ്ക്ക് വേണ്ടി മാത്രമാണ് എല്ലാ വീഡിയോയിലും ഞാൻ കുറെ നാളുകളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം അതിന്റെ വലിയൊരു ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുത്തിരിക്കുകയാണ്. ഇനി ഇതിന്റെ വിശദ വിവരങ്ങൾ, അതായത് കൂടുതൽ വിവരങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ടൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഓരോ വീഡിയോയുടെയും ആദ്യ കമന്റ് നിങ്ങളൊന്ന് പരിശോധിക്കുക. അതിൽ പിൻ ചെയ്ത് വെച്ചിട്ടുള്ള ആ കമന്റിൽ ഒരു ലിങ്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അത് മുൻപ് നമ്മൾ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ചെയ്ത വീഡിയോ ആണ്. ഞാനും ജാമിദ ടീച്ചറും കൂടി ചെയ്തൊരു വീഡിയോ ആണ്. അതുകൊണ്ട് പരമാവധി എല്ലാവരും അവരവരാൽ കഴിയുന്ന രീതിയിൽ നമ്മുടെ സംഘ സഹോദരനെ സഹായിക്കുക. അതിന് വേണ്ടിയിട്ടുള്ള അക്കൗണ്ട് ഡീറ്റെയിൽസും അതുപോലെ ഗൂഗിൾ പേ നമ്പറുകളും എല്ലാം ഇതിൽ വ്യത്യസ്ത സ്ഥലങ്ങളിൽ കൊടുത്തിട്ടുണ്ട്. മാക്സിമം ആളുകൾ സഹകരിക്കുക, സഹായിക്കുക എന്നൊരു അപേക്ഷ വയ്ക്കുകയാണ്. നന്ദി, നമസ്കാരം. എന്തായിരുന്നു അതിന്റെ സാമൂഹ്യ പ്രസക്തി? 1970-80കളിൽ രാജ്യത്ത് കോളിളക്കം സൃഷ്ടിച്ച, ബഹുജന ശ്രദ്ധ പിടിച്ചുപറ്റിയ ഒരു കേസാണ് ഷാബാനു കേസ്. ഷാബാനു ബീഗം എന്ന മുസ്ലിം സ്ത്രീ തൻ്റെ ഭർത്താവിൽ നിന്ന് ജീവനാംശം ലഭിക്കാൻ വേണ്ടി കോടതികളെ സമീപിച്ച ആ ഒരു കേസിൽ അതിൻ്റെ സാമൂഹ്യ പ്രസക്തി എന്ന് പറയുന്നത് അത് ശരീഅത്ത് നിയമവുമായി ബന്ധപ്പെട്ടുള്ളതാണ് എന്നുള്ളതാണ്. 1932 വിവാഹിതരായ മുഹമ്മദ് അഹമ്മദ് ഖാൻ, മധ്യപ്രദേശിലെ ഇൻഡോറിൽ നിന്നുള്ള ദമ്പതികളാണ് ഈ മുഹമ്മദ് അഹമ്മദ് ഖാനും ഷാബാനു ബീഗവും. ഇവർ 1975 ഈ ഷാബാനു ബീഗത്തിനെ വീട്ടിൽ നിന്ന് പുറത്താക്കുന്നു. മറ്റൊരു സ്ത്രീയെ വിവാഹം കഴിച്ച് വളരെ കാലം ഒരുമിച്ച് ജീവിക്കുന്നു. കാരണം 4 വിവാഹം കഴിക്കാൻ ശരീഅത്ത് നിയമപ്രകാരം അവകാശമുള്ളതുകൊണ്ട് ഈ അഹമ്മദ് ഖാൻ എന്ന മനുഷ്യൻ മറ്റൊരു സ്ത്രീയെ, പ്രായം കുറഞ്ഞ സ്ത്രീയെ കൂടി വിവാഹം കഴിച്ച് ഷാബാനു ബീഗവും ഈ സ്ത്രീയും ഈ ഭർത്താവും ഒരുമിച്ച് ജീവിക്കുന്നു. പക്ഷേ കുറച്ച് കാലങ്ങൾക്ക് ശേഷം ഷാബാനു ബീഗത്തിനെ പുറത്താക്കുന്നു. പിന്നെ 2 വർഷവും മറ്റേ 200 രൂപ മെയിൻ്റനൻസ് അവർക്ക് ചെലവിന് നൽകുന്നു. പിന്നീട് ഈ 200 രൂപ ഈ അഹമ്മദ് ഖാൻ നൽകാതായപ്പോൾ ഈ ഷാബാനു ബീഗം പ്രാദേശിക കോടതിയെ സമീപിക്കുന്നു. അങ്ങനെ പ്രാദേശിക കോടതി 25 രൂപയോ മറ്റോ ഈ ഷാബാനു ബീഗത്തിൻ്റെയും മക്കളുടെയും ചെലവിന് 25 രൂപയോ മറ്റോ ജീവനാംശം അനുവദിക്കുന്നു. എന്നാൽ ഇത് തൻ്റെ ബാധ്യതയല്ലെന്നും ഇത് മുസ്ലിം സ്ത്രീക്ക് അങ്ങനെ ജീവനാംശം നൽകേണ്ട കാര്യമില്ലെന്നും അവകാശപ്പെട്ടുകൊണ്ട് ഈ മുഹമ്മദ് അഹമ്മദ് ഖാൻ മധ്യപ്രദേശ് ഹൈക്കോടതിയെ സമീപിക്കുന്നു. മധ്യപ്രദേശ് ഹൈക്കോടതി ഈ വിധിയെ ശരിവെക്കുകയും ഈ ജീവനാംശം 179 രൂപ 20 പൈസയായി ഉയർത്തിക്കൊണ്ട് മാസാമാസം ഇത് നൽകാൻ അഹമ്മദ് ഖാനോട് നിർദ്ദേശിക്കുന്നു. ഇതിൽ പ്രതിഷേധിച്ച, അല്ലെങ്കിൽ ഇതിനെതിരെ അപ്പീല്, ഈ അഹമ്മദ് ഖാൻ അപ്പീലുമായി സുപ്രീം കോടതിയിൽ എത്തുന്നു. സുപ്രീം കോടതി 1985, ആലോചിച്ചു നോക്കൂ, 62 വയസ്സുള്ള ഷാബാനു ബീഗത്തെയാണ് വീട്ടിൽ നിന്ന് പുറത്താക്കുന്നത്. ആ പ്രായത്തിൽ ആ സ്ത്രീ അത്രയും വർഷം കോടതികൾ കയറി ഇറങ്ങുകയാണ്. അങ്ങനെ 1975 വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ട സ്ത്രീ 10 വർഷം കഴിഞ്ഞതിന് ശേഷം 1985 സുപ്രീം കോടതി വിധി വരുന്നു. ജീവനാംശത്തിന് അവകാശമുണ്ടെന്നും IPC CRPC 125 പ്രകാരമുള്ള ഒരു സ്ത്രീക്ക് ജീവനാംശം കിട്ടാനുള്ള നിയമം മുസ്ലിം സ്ത്രീകൾക്കും ബാധകമാണെന്നും പറഞ്ഞുകൊണ്ട് സുപ്രീം കോടതി വിധി വരുന്നു. പക്ഷേ മുസ്ലിം വ്യക്തി നിയമ ബോർഡും മുസ്ലിം വിഭാഗങ്ങൾ പലതും ഈ വിധിക്ക് എതിരെ ഇറങ്ങുന്നു, റോഡിലിറങ്ങി പ്രതിഷേധിക്കുന്ന സ്ഥിതിയിലെത്തുന്നു. ഇത് പിന്നീട്
തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമെന്നും ന്യൂനപക്ഷ വോട്ടിനെ ബാധിക്കുമെന്നുമൊക്കെ ചിന്തകളുണ്ടാവുന്നു. അങ്ങനെ രാജീവ് ഗാന്ധി മന്ത്രിസഭയാണ് അന്ന്. ഈ സുപ്രീം കോടതി വിധി നടപ്പാക്കാൻ ന്യൂനപക്ഷങ്ങളെ ഭയന്ന് രാജീവ് ഗാന്ധിക്ക് കഴിയാത്തതുകൊണ്ട് രാജീവ് ഗാന്ധി മുസ്ലിം വനിതാ വിവാഹമോചന അവകാശ സംരക്ഷണ നിയമം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നിയമം പാർലമെന്റിൽ പാസ്സാക്കുന്നു. അത് പ്രകാരം ഇദ്ദത്ത് കാലഘട്ടത്തിൽ ശരിയത്ത് നിയമപ്രകാരം, ഇദ്ദത്ത് കാലഘട്ടം എന്ന് പറയുന്നത് 3 മാസമാണത്രേ, 90 ദിവസം. കാരണം ഈ 90 ദിവസത്തിനുള്ളിൽ വിവാഹമോചനം അല്ലെങ്കിൽ ഭർത്താവ് മരിച്ചുപോയ സ്ത്രീ ഒക്കെ ഗർഭിണിയാണോ അങ്ങനെയൊക്കെയുള്ള ഒരു വ്യക്തത വരുത്തുന്ന കാലമാണ് ഈ ഇദ്ദത്ത് കാലഘട്ടം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ഇദ്ദത്ത് കാലഘട്ടത്തിൽ നൽകേണ്ടുന്ന തുകയല്ലാതെ മറ്റൊന്നും നൽകേണ്ടതില്ല എന്നുള്ളത് തന്നെയാണ് രാജീവ് ഗാന്ധി കൊണ്ടുവന്ന നിയമത്തിലുമുള്ളത്. അങ്ങനെ സുപ്രീം കോടതി വിധിയെ രാജീവ് ഗാന്ധി ഒരു നിയമം കൊണ്ട് മറികടക്കുന്നു. അങ്ങനെ ഷാബാനു അല്ലെങ്കിൽ മുസ്ലിം സ്ത്രീകൾ അല്ലെങ്കിൽ സ്ത്രീ സമൂഹം ഒന്നാകെ മതനിയമങ്ങൾക്ക് മുമ്പിൽ പരാജയപ്പെടുന്നു. 1986 രാജീവ് ഗാന്ധി ഈ നിയമം കൊണ്ടുവരുന്നത്. ഇത് 2001 സുപ്രീം കോടതി ഇത് അംഗീകരിക്കുകയും ചെയ്തു. ഈ ശരീഅത്ത് നിയമപ്രകാരമുള്ള സിവിൽ നിയമങ്ങൾ മാത്രമാണ് മുസ്ലിം സമൂഹം പിന്തുടരുന്നത്. ശരീഅത്ത് നിയമപ്രകാരമുള്ള ക്രിമിനൽ നിയമങ്ങൾ, തലവെട്ടൽ, കൈവെട്ടലൊന്നും അവർ പിന്തുടരുന്നില്ല എന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. ഈ സിവിൽ നിയമങ്ങൾ പ്രത്യേകിച്ചും കുടുംബങ്ങളെ, സ്ത്രീകളെ, കുട്ടികളെ ബാധിക്കുന്നതാണ്. അതിൻ്റെ നടത്തിപ്പിന് വേണ്ടിയാണ് ഏകീകൃത സിവിൽ കോഡിനെ കുറിച്ച് 1985 ഷാബാനു കേസിൽ തന്നെ ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കാത്തതിനെ പറ്റിയും അത് ഭരണഘടനാപരമായ ബാധ്യത ആണെന്നും സുപ്രീം കോടതി അന്നേ പറയുന്നുണ്ട്. പക്ഷേ ഭരണഘടന എന്ന് പറയുന്ന എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കോൺഗ്രസ് അന്ന് ഭരണഘടനയിൽ ഏകീകൃത സിവിൽ കോഡിനെ പറ്റി പറഞ്ഞതിനെ മറികടന്നുകൊണ്ട് വ്യക്തി നിയമങ്ങൾ, മതനിയമങ്ങൾ, ശരീഅത്ത് നിയമങ്ങൾ മുസ്ലിം സ്ത്രീകൾക്കും മറ്റു പുരുഷന്മാർക്കും, മറ്റു മതങ്ങളിലെ പുരുഷന്മാർ ജീവനാംശം നൽകുമ്പോൾ മുസ്ലിം വിഭാഗത്തിലെ പുരുഷന്മാർ മാത്രം ജീവനാംശം നൽകേണ്ട എന്നുള്ള നിയമം മറ്റു പുരുഷന്മാരോടുള്ള അനീതിയാണ്. മറ്റു മതങ്ങളിലെ സ്ത്രീകൾക്ക് ജീവനാംശത്തിന് അർഹതയുള്ളപ്പോൾ മുസ്ലിം സ്ത്രീകൾക്ക് അതില്ല എന്നത് മുസ്ലിം സ്ത്രീകളോടുള്ള അനീതിയാണ്. ക്രിസ്ത്യൻ നിയമങ്ങളിൽ മേരി റോയ് കേസിനോട് അനുബന്ധിച്ച് ഈ നിയമങ്ങളിൽ മാറ്റമുണ്ടായിട്ടുണ്ട്, കുടുംബ നിയമങ്ങളിൽ, സ്വത്ത് നിയമങ്ങളിലൊക്കെ. പക്ഷേ മുസ്ലിം മതവിഭാഗത്തിലാണ് ഇപ്പോഴും ഈ സിവിൽ നിയമങ്ങൾ തൊടാതെ നിൽക്കുന്നത്. ഇതിനെ പരിഷ്കരിക്കാൻ വേണ്ടിയാണ് ഏകീകൃത സിവിൽ കോഡ് എന്നുള്ള ആ ഒരു രീതി നടപ്പാക്കാൻ ഇന്നത്തെ സർക്കാർ ശ്രമിക്കുന്നത്. ഈ ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കേണ്ടതിന്റെ ആവശ്യകത ഉറപ്പിച്ചുകൊണ്ട് 2024 ജൂലൈയിൽ വീണ്ടും സുപ്രീം കോടതിയുടെ വിധി വന്നിട്ടുണ്ട്. അത് രാജീവ് ഗാന്ധി പാസാക്കിയ ഈ മുസ്ലിം വനിതാ നിയമത്തിനെ മറികടക്കുന്നതാണ്. ഈ മുസ്ലിം വനിതാ നിയമം വേണമെങ്കിൽ പാലിക്കേണ്ടുന്നവർക്ക് പാലിക്കാം എന്നതുകൊണ്ട് മുസ്ലിം സ്ത്രീകൾക്ക് ജീവനാംശം കിട്ടാനുള്ള അവകാശം നിഷേധിക്കപ്പെടുന്നില്ല എന്നുള്ളത് തന്നെയാണ് സുപ്രീം കോടതി 2024 ജൂലൈയിൽ വീണ്ടും വിധിച്ചിരിക്കുന്നത്. അപ്പോൾ ഇപ്പോഴുള്ള നിയമപ്രകാരം ഏകീകൃത സിവിൽ കോഡിനോട് വളരെ അടുത്ത് നിൽക്കുന്ന രീതിയിലാണ് മുസ്ലിം സ്ത്രീകൾക്ക് വേണ്ടിയുള്ള നിയമങ്ങൾ ഇപ്പോൾ സുപ്രീം കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. കാരണം മതേതരമായി, മത ഇതരമായി, മതനിരപേക്ഷമായി എല്ലാ സ്ത്രീകൾക്കും ജീവനാംശത്തിന് അവകാശമുള്ള CRPC 125 ക്രിമിനൽ ചട്ടപ്രകാരം ഇത് രാജീവ് ഗാന്ധി കൊണ്ടുവന്ന
ഈ മുസ്ലിം വനിതാ നിയമത്തിനും മുകളിലാണ് CRPC 125 എന്നുള്ള വകുപ്പ് എന്ന് തന്നെയാണ് സുപ്രീം കോടതി സ്ഥാപിച്ചിരിക്കുന്നത്. അതുപ്രകാരം ഇപ്പോൾ ഷാബാനു ആണ് വിജയിച്ചിരിക്കുന്നത്. അന്ന് മുസ്ലിം മതപണ്ഡിതന്മാരും കോൺഗ്രസ് സർക്കാരും ചേർന്ന് പരാജയപ്പെടുത്തിയ ഷാബാനു ബീഗത്തിന്റെ ആത്മാവിനെങ്കിലും ശാന്തി ലഭിക്കട്ടെ. ഏതായാലും ഏകീകൃത സിവിൽ കോഡ് നിലവിൽ വരട്ടെ. എല്ലാ സ്വത്തുക്കളിലും സ്ത്രീകൾക്ക് തുല്യ അവകാശം എല്ലാ മതങ്ങളിലും ലഭിക്കുന്ന രീതിയിൽ ഏകീകൃത സിവിൽ കോഡ് വരണം എന്നുള്ളത് തന്നെയാണ് രാജ്യത്തിന്റെ ഇന്നത്തെ ആവശ്യം. നന്ദി, നമസ്കാരം.